പുതിയ വണ്ടിക്ക് വരുന്ന കൂളിംഗ് എത്രയുണ്ടോ അതേ ഒരു കൂളിംഗ് ഈ ഒരു വണ്ടിക്കും കിട്ടും. അപ്പോൾ 2017 മോഡൽ F10 ആണ് വന്നിട്ടുള്ളത് BMW-യുടെ. ഇതിൻ്റെ കംപ്ലയിൻറ്റ് AC-യുടെ കംപ്ലയിൻറ്റ് വന്നാണ്. അപ്പോൾ കസ്റ്റമർ ഇത് പുതിയ കംപ്രസറൊക്കെ മാറിയിട്ടും AC-യുടെ കംപ്ലയിൻറ്റ് തീരാനായിട്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതാ ഈ ഒരു കംപ്രസർ തന്നെയായിരുന്നു കംപ്ലയിൻറ്റ്. ഇതാ ഈ ഒരു കംപ്രസറാണ് കസ്റ്റമർ മാറിയിട്ടുണ്ടായിരുന്നത്. പുതിയ കംപ്രസറാണ് മാറിയുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കംപ്രസർ ക്ലീൻ ഒന്നും ചെയ്യാതെ ഈ കംപ്രസർ ഇങ്ങനെ ഫിറ്റ് ചെയ്തു. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ലോ ക്വാളിറ്റി കംപ്രസറാണിത്. അപ്പോൾ ഇത് ഫുൾ ബ്ലാക്കായി. ഈ ബ്ലാക്കായ കാരണം ഇതിനകത്ത് വരുന്ന കൂളിംഗ് ഓയിൽ അതുപോലെ കണ്ടൻസർ എല്ലാ പാർട്സുകളും മാറേണ്ട ആവശ്യം വന്നു. എല്ലാ പാർട്സിലേക്കും ഇതിൻ്റെ ബ്ലാക്ക് ഓയിലുകൾ കയറിപ്പോയി. നമ്മൾ ഈ വണ്ടിക്ക് മാറാൻ പോകുന്ന കംപ്രസർ ഇതാണ്. ഇത് ഡെൻസോയുടെ കംപ്രസർ. ഇത് BMW-യുടെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെൻസോയുടെ ഒറിജിനൽ കംപ്രസറാണ്. ഈ ഒരു കംപ്രസറിന് ഷോറൂം വില വരുന്നത് 1,45,000 രൂപയാണ് വരുന്നത്. അതുപോലെ ഇതാ കൂളിംഗ് ഓയിൽ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിത് ഇത്ര വലിയൊരു എമൗണ്ട് വരില്ല. ഇതിൻ്റെ ഏകദേശം പകുതി എമൗണ്ടേ വരുള്ളൂ ഈ ഒറിജിനൽ പാർട്സ് ഇട്ട് ഇത് സെറ്റ് ചെയ്താലും. അപ്പോൾ ഇത്രയും പാർട്സ് നമ്മൾ AC-യുടെ ഈ കംപ്രസർ കൂളിംഗ് ഓയിൽ എല്ലാ പാർട്സുകളും മാറിക്കഴിഞ്ഞ് നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ പുതിയ വണ്ടിക്ക് വരുന്ന കൂളിംഗ് എത്രയുണ്ടോ അതേ ഒരു കൂളിംഗ് ഈ ഒരു വണ്ടിക്കും കിട്ടും. ഓക്കെ.